എന്താക്കുന്ന ഗുലാബ് ജാമുൻ ഇവിടെയാണ്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാ. എന്നാ ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. നല്ല മഴയാണ്. അപ്പൊ ഇത്താതൊക്കെ പെട്ടെന്ന് ഗുലാബ് ജാമുൻ തിന്നാൻ കൊതിയായത് കൊണ്ട് തന്നെ നമുക്ക് സാധനം വാങ്ങിയിട്ട് വരാം. ഇതാ നമ്മളെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നത്. ഇത് ആദ്യം നോക്കിയിട്ട് ഗുലാബ് ജാമിൻ്റെ പൊടി ഇല്ലയെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് നോക്കിയത്. അപ്പോൾ നമ്മൾ അവിടെ ഷോപ്പിലുള്ള ഇക്കാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഇത് ഓടിപ്പോയി ആ പൊടിയൊക്കെ വേഗം കയ്യിലാക്കി. ഹിതുവിൻ്റെ പ്രഹസനം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കൊതി വന്നത് ഹിതുവിനാണെന്ന്. പക്ഷെ അല്ല, സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എനിക്കും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഹിതുവിനും ഇത് ഇത്ര കൊതി ഉണ്ടായിരുന്നു എന്ന്. നമ്മളെ സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ബില്ല് ചെയ്യാൻ പോകുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ബഷീർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബഷീർക്കാരുടെ ഹിതു പറഞ്ഞൊരു യോഗ കാണിക്കാൻ അപ്പം കാണിച്ചതാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ ഇടുന്നൊക്കെ പറഞ്ഞ് ഇതാ കുറച്ച് കഴിഞ്ഞ് ഹയ നോക്കുമ്പോൾ എന്താ ഹയ പ്രിങ്കിൾസിനും അതുപോലെ കിൻഡർ ജോയ്ക്കും ഒക്കെ വേണ്ടി കരയുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. ഇപ്പല്ല നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാലോ. അങ്ങനെ ഇതാ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോയി അതൊക്കെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഇതിലിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള എല്ലാ ഭാഷയിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ മാത്രമേ ഇല്ലായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഇതിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു ഉണങ്ങിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഈ ഒരു പാക്കറ്റ് പൊടിക്ക് നമുക്ക് മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് വാങ്ങാൻ പോകുന്നത് മുതൽ മക്കൾസിന് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. എന്താ ചെയ്യുന്നത്, എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അവരിത് അടുത്ത് തന്നെ ഇരുന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഷേപ്പാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോവാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പം നമ്മളിതാ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഇത് വലിയതാണല്ലോ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ വലിയ ബോൾസ് ആക്കണ്ട. ഇത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് കുറച്ച് വലുതായി വരും. അപ്പോൾ അതാ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതിൻ്റെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി എടുത്ത് വയ്ക്കാം. അപ്പോഴത്തെ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി എടുത്ത് വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മൾ സെക്കൻഡ് റൗണ്ട് കൂടെ പൊരിച്ചെടുത്ത് വയ്ക്കാം. അപ്പം നമുക്കൊരു പാക്കറ്റിൽ നിന്ന് 35 ബോൾസാണ് കിട്ടിയത്. അതിൽ കുഞ്ഞി ബോൾസ് ഉണ്ട്, അതുപോലെ കുറച്ച് വലുതൊക്കെ ആയിപ്പോയ ബോൾസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത് 35 ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ട്രിപ്പും കൂടെ പൊരിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് കൂടെ നമ്മളിവിടെ കോരിയെടുത്ത് വെക്കുന്നുണ്ട്.
ഇനി നമുക്കിതിന് വേണ്ട ഷുഗർ സിറപ്പിൻ്റെ പണിയിലേക്ക് നീങ്ങാം. അപ്പോൾ അതിന് വേണ്ടി അതിനാവശ്യമായ രീതിയിലുള്ളൊരു പാത്രം നമ്മളെടുത്ത് വെക്കുക. കാരണം ഇത് നമുക്ക് ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് എത്രയാണോ അളവ് ഏകദേശം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഇടുന്നത്. 3 ഗ്ലാസ് വെള്ളത്തിന് 3 ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര തന്നെ മധുരം ആവശ്യമില്ലാത്തത് കൊണ്ടും മധുരം കുറച്ചൊന്ന് കുറയ്ക്കാമെന്നൊരു രീതിയിൽ നമ്മൾ സ്പൂണിലാണ് ഇടുന്നത്. അത്ര നമ്മൾ 3 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല. എന്നാലും ഏകദേശം നമുക്കൊരളവിന് തോന്നുന്ന രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്തത്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം ഇളക്കട്ടെ എന്ന് ചോദിച്ചാൽ തന്നെ ഇത്താതെ പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ക്രെഡിറ്റ് ഒന്നും തട്ടിയെടുക്കണ്ട, ഇത്ര സമയം ഞാനല്ലേ ചെയ്തത്. അങ്ങനെ ഇത്താതെ ഇത് കഥ പറയും പാട്ടുപാടൊക്കെ ചെയ്തുകൊണ്ട് പഞ്ചസാര ഇവിടെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ഉപ്പുണ്ടല്ലേ, കുറച്ച് ഉപ്പ് ഇനി ഉപ്പിടണ വേണ്ട, ഒത്തതാ ഷുഗർ സിറപ്പിൽ ഉപ്പുണ്ട്. ഇത് പെർഫെക്റ്റ് മതി. അപ്പം നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ അതൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് പിടിക്കണം. അപ്പം നമുക്ക് തണിഞ്ഞിട്ട് നമുക്കിതെടുത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ഇത്താതൊക്കെ തന്നെ കൊടുത്തു. കാരണം ഇത്താതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ക്രേവിങ്സ് വന്നത്. അപ്പോൾ ഇത്താത ഫസ്റ്റ് തന്നെ കഴിച്ചിട്ട് നല്ല രീതിയിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.